സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു നായയെപ്പോലെ ആട്ടിയോടിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ, ഒന്ന് നേരെ നിന്ന് ശ്വസിക്കാൻ പോലും അവകാശമില്ലാത്ത മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തന്റെ സ്വന്തം മാറിടത്തോട് ചേർത്തി വെച്ച് ബിലാലുൻ സയ്യിദുന അബൂബക്കറിൻ സയ്യിദുന വഅതഖ സയ്യിദന, നമ്മുടെ നേതാവാണ് ബിലാൽ എന്ന് പറഞ്ഞ ഒരു വിശാലമായ സോഷ്യൽ ഈക്വാലിറ്റിയുടെ 1948 ഡിസംബർ 10 മനുഷ്യാവകാശം എന്ന രൂപത്തിൽ യൂണിവേഴ്സൽ ഡിക്ലറൻസ് വരുന്നത്. ഈ മനുഷ്യാവകാശത്തിന് വേണ്ടി 15 നൂറ്റാണ്ട് മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മാറോട് ചേർത്ത് പിടിച്ച മനുഷ്യനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രസമായിരിക്കും അത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ ഭരണാധികാരി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്ന ഒരു രംഗം. ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഷാമിലാണ് കഴിയുന്നത്. ഷാമിലുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആളെ വിട്ട് വരുത്താൻ, ബിലാൽ നിങ്ങളൊന്ന് വരുമോ, മദീനയിൽ നിങ്ങളുടെ ബാങ്ക് കേൾക്കാൻ വലിയ താല്പര്യമായിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്ന ഒരു സാഹചര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കാൻ. ഇസ്ലാമിന്റെ ഭരണാധികാരി, ഇന്ത്യയിൽ ഒരു മനുഷ്യന്റെ ഭരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഖലീഫ ഉമറിന്റെ ഭരണമാണെന്ന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ പോലും പറയിപ്പിച്ച, മഹാത്മാഗാന്ധിജിയെ കൊണ്ടുപോലും പറയിപ്പിക്കാൻ മാത്രം വലിയ നീതിയുക്തമായ ഭരണം കാഴ്ചവെച്ച മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ മർഹബൻ ബി സയ്യിദി, മർഹബൻ ബി സയ്യിദി, എന്റെ നേതാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ സമത്വത്തിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. അന്ന് മനസ്സിലാക്കിയതാണ്. 6-ാം നൂറ്റാണ്ടിൽ ഋതുമതികളായ സ്ത്രീകളെ സ്വന്തം വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പോലും മടിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഋതുമതിയായ സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 9 ഭാര്യമാരുടെ വീട് മദീന പള്ളിന്റെ തൊട്ട് ചാരണ്ട്. നമ്മള് ഈ മൈക്കന്റെ മുന്നിൽ ഇരുന്നിട്ട് ഉഷാറാവാൻ എനിക്ക് കഴിയും. പള്ളിയിൽ ഖത്തീബായിട്ട് വരുമ്പോ അവിടെ വളരെ മാന്യമായി പെരുമാറാൻ എനിക്ക് കഴിയും. പക്ഷേ എന്റെ സ്വഭാവത്തെ പറ്റി കൃത്യമായി നല്ല ആളാണോ എന്നറിയണമെങ്കിൽ സ്വന്തം ഭാര്യയോട് ചോദിക്കണം. ഭാര്യയുടെ അടുത്ത് ഭാര്യയുടെ അഭിപ്രായത്തിൽ എന്റെ സ്വഭാവം എങ്ങനെയാണ്, എന്റെ മക്കളുടെ അഭിപ്രായത്തിൽ എന്റെ സ്വഭാവം എന്താണ്, അവിടെയാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക. അവിടെയാണ് നമ്മളെ നേച്ചർ കാണുക, ശരിക്കുള്ള നേച്ചർ കാണുക. 9 ഭാര്യമാരുടെ വീട് തൊട്ടടുത്തുണ്ടായിട്ട് ആ മദീന പള്ളിയിൽ വെച്ച് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും. ആപ്തവാക്യം തന്നെ ഉണ്ടല്ലോ, വലിയ മാന്യന്മാർ ഒരുപക്ഷെ സ്വന്തം ഭാര്യമാരുടെ മുന്നിൽ തോറ്റുപോകും. അവർ സത്യം പറഞ്ഞാൽ അതും കേൾക്കാൻ സന്നദ്ധരാകും. മാന്യന്മാരല്ലാത്ത ആളുകൾ അവിടെ വിജയിച്ചടക്കുകയും ചെയ്യും. അവരുടേത് കേൾക്കാൻ പോലും സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു കാലം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീത്വത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ, ജീവനോടെ കുഴിച്ചു മൂടണമെന്ന് പറഞ്ഞ അവർ ആലോചിച്ചു നോക്കി. 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ പെൺകുട്ടി ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന സാഹചര്യത്തിലാണ് ആ പെണ്ണിന്റെ താഴെ ഇരിക്കുന്ന മണ്ണ് സ്വർഗത്തിന്റെ മണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് വാനോളം ഉയർത്തിയ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും. നിങ്ങളിൽ ഒരാൾ നല്ല ആളാണോ എന്ന് പറയണമെങ്കിൽ സ്വന്തം ഭാര്യയോട് നല്ല നിലക്ക് നിൽക്കണം. വഅന ഖിയാറുക്കും ലി അഹ്ലി, എന്റെ ഭാര്യമാരോട് വളരെ കൃത്യമായി ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളാണ് ഞാൻ എന്ന അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 9-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് ആ 9 വയസ്സുകാരിക്ക് എന്തു പറയാനുണ്ടെന്ന് കേൾക്കാൻ നമ്മൾ സന്നദ്ധരാകണം. സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ 18 വയസ്സാകുമ്പോൾ വിധവയായി. എന്നാൽ ഈ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ അവസാനിപ്പിക്കാൻ, മഹാനായ സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആയിഷ ബീവിയോട്, യാ ഉമ്മുൽ മുഅ്മിനീൻ, മുഹമ്മദ് നബിയുടെ സ്വഭാവം ഒന്ന് പറഞ്ഞുതരോ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ സ്വഭാവം ഒന്ന് പറഞ്ഞുതരോ. ഇതാണ് ചോദിച്ചപ്പോഴേക്കും പൊട്ടിക്കരയാൻ. അവിടുത്തെ കണ്ണ് സജലങ്ങളായി മാറി, പുഴ പോലെ കണ്ണുനീരൊഴുകി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹബീബിന്റെ, എൻ്റെ മുത്തിനെ പറ്റി ഞാൻ എന്താണ് പറയേണ്ടത്? എന്നിട്ട് ഇങ്ങനെ പറയാൻ. ഒരു ദിവസം രാത്രി
എൻ്റെ നബി എൻ്റെ അടുത്ത് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ കൂടെയുള്ള ദിവസമായിരുന്നു. എൻ്റെ അടുത്ത് വന്നു, എന്നെ മാറോട് ചേർത്ത് പിടിച്ചു, എൻ്റെ പുതപ്പിന്റെ ഉള്ളിലേക്ക് കയറി വന്ന് കടന്നു. എന്നിട്ട് എന്നോട് സ്വകാര്യമായി ചോദിക്കുന്നു, ആയിഷ, നിന്റെ കൂടെ കിടക്കേണ്ട രാത്രിയാണ്, എന്നാൽ ഈ രാത്രി എൻ്റെ റബ്ബിന്റെ മുന്നിൽ ഇബാദത്തെടുക്കാൻ നീ എനിക്ക് അവസരം തരുമോ? ആലോചിച്ചു നോക്കി, ലോകത്തിന്റെ നേതാവ് ഭാര്യയുടെ മുന്നിൽ പോലെ ഭീരുവായ പോലെ ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ആ ഭാര്യയുടെ കടപ്പാടും ബാധ്യതയും നിർവഹിച്ചിട്ടില്ലെങ്കിൽ രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയൂല എന്നുള്ള വലിയൊരു പാഠം ലോകത്തിന് സമർപ്പിക്കാൻ. ഞാനൊന്ന് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കട്ടെ, ഇന്നത്തെ രാത്രി നീ എനിക്ക് അവസരം തരുമോ? ആയിഷ ബീവി പറയാണ്, ഹബീബേ, അങ്ങന്റെ കൂടെ കിടക്കുന്നതാണ് എൻ്റെ താല്പര്യം, പക്ഷേ ഞാൻ അങ്ങയുടെ താല്പര്യത്തിന് വഴിമാറി തരുന്നു. ആയിഷ ബീവി പറയാൻ, നബി തങ്ങൾ എണീറ്റു, വുളു എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു, ഒരുപാട് നിസ്കരിച്ചു. ആയിഷ ബീവി പറയുന്നു, അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി താഴെ സുജൂദ് ചെയ്യുന്ന സ്ഥലം പോലും നനയുമാറ് അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. ആർക്ക് വേണ്ടി എന്നറിയോ? എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഈ ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി. അവസാനം സുബ്ഹിയുടെ നേരമായപ്പോ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട്, നബിയേ, മാ യുബ്കീക യാ റസൂലല്ലാഹ്, നബിയേ, എന്താ നിങ്ങൾ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുന്ന ആ ഒരു രംഗം. പാതിരാ സമയത്ത് ഈ ഉമ്മത്തിന്റെ വ്യഥയോർത്ത്, ഈ ഉമ്മത്തിന്റെ അവസ്ഥയാലോചിച്ച് പൊട്ടിക്കരഞ്ഞ നേതാവാണെങ്കിൽ സ്വന്തം ഭാര്യയോട്